സർവകലാശാല വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം മൈക്ക് വയ്ക്കുക സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ നേതാക്കന്മാരുടെ അടുത്താണ്. അവർക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തവരാണോ? സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നുള്ള ഒരു പേരിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഹിർ ഖാന്റെ സുഹൃത്താണ്. അദ്ദേഹം SUCI-കാരനാണെന്നുള്ളത് എനിക്കറിയാം. ശശികുമാറും എൻ്റെ പരിചയക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് എനിക്കറിയാം. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ളവരാണ് അവർ എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നുള്ള നിലയ്ക്ക് ഈ വാർത്തകളെല്ലാം ഇത്തരം വാർത്തകളെല്ലാം വരുമ്പോൾ അവരുടെ പ്രതികരണം സ്വാഭാവികമായും എല്ലായ്പ്പോഴും ഞാൻ അതിനകത്തൊരു സംശയമില്ലാതെ ഞാൻ പറയാം, അവരുടെ പ്രതികരണം അവരുടെ നിതാന്ത ശത്രു എന്ന് പറയുന്നത് SFI ആണ്. ആ ശത്രുവിനെതിരായ പോരാട്ടം എന്ന മട്ടിലാണ് ഈ വാർത്തകളെ ഇവരെ അവതരിപ്പിക്കുക. അതിനെ ആ മട്ടിൽ തന്നെയാണ് പലരും തലക്കെട്ടാക്കുക. അതാണ് ഇതിനകത്ത് പ്രശ്നം. ഇതിന്റെ വസ്തുത പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്, ഏത് പത്രക്കാർക്ക് മുന്നിലാണ് ഇനി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. വിപിൻ ഈ രീതിയിൽ പോയി ആളുകളോട് ഇനി പറഞ്ഞ മുഴുവൻ പേരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല, അസാധ്യമാണ്. കാരണം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നേരത്തെ തന്നെ വിപിൻ വിജയൻ എന്ന് പറയുന്നത് സംസ്കൃതം അറിയാത്ത ഒരു SFI നേതാവാണ്. അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ PhD മേടിക്കാൻ വേണ്ടിയിട്ട് സർവകലാശാല കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അനധികൃതമായി അതിനുള്ള നീക്കം നടക്കുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വിജയകുമാരിയാണ് MPhilന്റെ ഗൈഡ്. അവർ തന്നെ ഒപ്പുവെച്ചിട്ടാണ് ഈ MPhil കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? സംസ്കൃതത്തിൽ തന്നെയാണല്ലോ. അതിൽ ആ സമയത്ത് ഇവർക്ക് ഈ കാര്യത്തിൽ വേറെ പ്രത്യേകിച്ച് ഇയാൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ വിജയകുമാരിയും പിന്നെ യൂണിവേഴ്സിറ്റി, അതാണ് സംശയമില്ല, വിജയകുമാരിയും കുറ്റക്കാരിയാണ്. മാത്രമല്ല ഇത് കൊടുക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്, ഈ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ സർവകലാശാലയുടെ നിലവാരം തകരുന്ന രീതിയിൽ ഇയാൾക്ക് PhD കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഈ MPhil കൊടുത്തതോ, ഈ നിലവാരം തകരുന്ന രീതിയിൽ MPhil കൊടുത്തത് ഈ വിജയകുമാരിയല്ലേ? അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഈ വിജയകുമാരിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ അതെല്ലാം ആ നിലയ്ക്ക് രാഷ്ട്രീയമായി തന്നെ എണ്ണിപ്പോകണം. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. മാത്രമല്ല അവരുടെ ബോധ്യങ്ങൾ, ഞാൻ അവരുടെ സംഭാഷണം കേട്ട് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവർക്ക് ഈ പറഞ്ഞ ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് മറ്റേ ആ തമിഴ്നാട്ടിലെ യൂട്യൂബർ രഞ്ജിത്ത് ഉണ്ടല്ലോ, എന്താണ് ഈ പ്രശ്നം എന്താണെന്ന് പിടികിട്ടാത്ത അവസ്ഥ. ഒന്നുകിൽ പ്രശ്നം എന്താണെന്ന് പിടികിട്ടാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഇത് പിടികിട്ടിയാലും എൻ്റെ നിലപാട് ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള അവസ്ഥ. കാരണം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പോലും ജാതീയമായ വിവേചനം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പോലും അവർ കൊടുത്തില്ല. ആ അവതാരകൻ 5-8 തവണ ചോദിക്കുമ്പോൾ പോലും അതിന് ഉത്തരം കൊടുക്കാതെ വഴുതുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കർശനമായ നടപടി വേണ്ടതുണ്ട്. SFI ഒക്കെ ഇറങ്ങി സമരം ചെയ്യേണ്ടതുണ്ട്. SFI മാത്രമല്ല, മറ്റു വിദ്യാർത്ഥി സംഘടനകൾ. SFI-കാരൻ എന്ന് ഇദ്ദേഹത്തെ മുദ്ര കുത്തുമ്പോൾ എന്തുകൊണ്ട് ടീച്ചറുടെ രാഷ്ട്രീയം കൂടി പറയുന്നില്ല, ഗൈഡിന്റെ രാഷ്ട്രീയം കൂടി ആരും ചർച്ച ചെയ്യുന്നില്ല എന്ന ചോദ്യവും വിപിൻ ചോദിക്കുന്നുണ്ട്.